ഇനി നമ്മൾ പോകുന്നത് എക്കാലത്തും UDFന്റെ ശക്തി കേന്ദ്രമായ എറണാകുളം ജില്ലയിലേക്കാണ്. ഇത്തവണ എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ തന്നെ UDFന്റെ ഭൂരിപക്ഷം ഭരിക്കാനുള്ള ഭൂരിപക്ഷം പിടിക്കും. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദം. എറണാകുളത്ത് പക്ഷേ സംഘടനാ പ്രശ്നങ്ങൾ ഇത്തവണ UDFനുണ്ടായിരുന്നു. പെരുമ്പാവൂരെ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയയാളെ കൊണ്ടുവന്നു. കൊച്ചിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായി. തൃപ്പൂണിത്തറയിലും ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ. എന്തൊക്കെ സ്വാധീനിക്കപ്പെടുമെന്നത് പരിശോധിക്കാം. എന്താണ് എറണാകുളം ജില്ല പറയാൻ പോകുന്ന രാഷ്ട്രീയം? നവമി ദിനേശ് ചേരുന്നു. നവമി, കൊച്ചിയുണ്ട് പ്രധാനപ്പെട്ട ഇടം, വിജയിക്കാമെന്ന UDFന്റെ പ്രതീക്ഷ, എന്ത് സംഭവിക്കുമെന്ന ചോദ്യം. പെരുമ്പാവൂരിൽ വിമത നീക്കം എല്ലാം അവസാനിച്ചോ എന്ന വിഷയമുണ്ട്. അങ്ങനെ കൊച്ചി ഇത്തവണ UDFന് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ടോ? എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ? മറ്റൊന്നുണ്ട് പ്രധാനപ്പെട്ടത്, കളമശ്ശേരിയിൽ P രാജുവിന്റെ അവസ്ഥ എന്താണ്? സജിത്ത്, ഇത്തവണ എറണാകുളത്ത് 12 സീറ്റെങ്കിലും പിടിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് പോലും 9 സീറ്റായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്നും UDF നേടിയത്. എറണാകുളം പൊതുവെ കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ചെറിയ ഇടങ്ങളിൽ മാത്രമാണ് ചെറിയ ഒരു ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസത്തിൽ സീറ്റുകൾ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് മണ്ഡലത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. വലിയ പ്രചാരണം തന്നെയാണ് ഓരോ ദിവസവും നടക്കുന്നത്. ഓരോ വോട്ടർമാരെ നേരിട്ട് പോയി കണ്ട് വോട്ടുറപ്പിക്കുക, സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുക, അവരുടെ വോട്ടുറപ്പിക്കുക, അങ്ങനെ സമുദായ വോട്ടുകൾ അടക്കം ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിണഞ്ഞ ശ്രമം തന്നെയാണ് കോൺഗ്രസിന്റെയും നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നത്. അതിലിപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്കയായി നിലനിൽക്കുന്നത് കഴിഞ്ഞ തവണ കൈവിട്ടു പോയിട്ടുള്ള മണ്ഡലങ്ങളാണ്. അത് കുന്നത്തുനാടുണ്ട്, കോതമംഗലമുണ്ട്, വൈപ്പിനുണ്ട്, കൊച്ചിയുണ്ട്, കളമശ്ശേരിയുണ്ട്. ഇതിൽ 3 സീറ്റെങ്കിലും പിടിച്ചെടുക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ മണ്ഡലങ്ങളിൽ പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇടത് ക്യാമ്പിലേക്ക് വന്നാൽ അവർക്ക് അതിരുവിട്ട ആത്മവിശ്വാസമൊന്നുമില്ല. സിറ്റിംഗ് സീറ്റുകൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു പ്രചാരണം, അതാണ് അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത്. ഈ വിലപ്പെട്ട 5 സീറ്റെങ്കിലും നിലനിർത്തുക എന്നതാണ് ഇടത് ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത്. ഇക്കുറി അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തറ, അങ്കമാലി, പെരുമ്പാവൂര്, ഈ 3 മണ്ഡലങ്ങളിലും ഒരു കേന്ദ്രീകരണം, കുറച്ചുകൂടി വോട്ടുകൾ ലഭിക്കും, ഒന്നാഞ്ഞു പിടിച്ചാൽ ആ സീറ്റ് കൂടെ പോരുമെന്നൊരു ആത്മവിശ്വാസം ഇത്തവണ ഇടത് ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് ഇടങ്ങളിലെയും പ്രചാരണം അതും വലിയ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒക്കെ MP ഗോവിന്ദൻ അടക്കം അവിടെ എത്തി പ്രചാരണമൊക്കെ കൊഴുപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ഇനി NDA ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ NDAയെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ട് ഇത്തവണ എറണാകുളത്തേക്ക് വരുമ്പോൾ. കാരണം നമുക്കറിയാം, ഈ 2020യുമായി NDA കൈകോർത്തത് അത് പ്രാദേശിക നേതാക്കൾക്ക് വേണ്ട രീതിയിൽ അത്ര ഒരു രസകരമായി തോന്നുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം, തൃപ്പൂണിത്തറ നഗരസഭ ഇത്തവണ BJP പിടിച്ച നഗരസഭയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷെ അവിടെ ഒരു 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയത് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ വോട്ട് എങ്ങോട്ട് പോകും, ഇനി 2020ക്ക് തന്നെ വോട്ടിടുമോ എന്ന തരത്തിലുള്ള പല അഭ്യൂഹങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് വിഘടിച്ചു പോകാതിരിക്കാനുള്ള ഒരു ശ്രമവും 2020 നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മണ്ഡലത്തിലെ പൊതു ചരിത്രം നോക്കുമ്പോൾ. ഇനി നമ്മൾ ഓരോ മണ്ഡലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആദ്യം സജിത്ത് സൂചിപ്പിച്ച കൊച്ചി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, മുഹമ്മദ് ഷിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ദീപ്തി മേരി വർഗീസ് അഴിച്ചുവിട്ട കോളിളക്കം അത് ഒട്ടും ചെറുതായിരുന്നില്ല. വലിയ രീതിയിൽ അവസാന നിമിഷം വരെ ദീപ്തി മേരി വർഗീസ് പോസ്റ്റർ വരെ അടിച്ചിറക്കി ആത്മവിശ്വാസത്തോടെ നിന്നിരുന്നു. ശുഭപ്രതീക്ഷയോടെ നിന്നെങ്കിൽ പോലും ഷിയാസിന് തന്നെ കൊച്ചി മണ്ഡലം കൊടുക്കുന്ന സാഹചര്യമായിരുന്നു. കോൺഗ്രസിന്റെ കൈവിട്ടു പോയ മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയും KJ മാക്സിയാണ് മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു കയറിയത്. അവരുടെ ലത്തീൻ സഭയുടെ വലിയ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ലത്തീൻ സഭയുമായി വലിയ അടുപ്പം തന്നെയാണ് KJ മാക്സി പുലർത്തുന്നത്. അത് തന്നെയാണ് അല്പമെങ്കിലും മേൽക്കൈ മാക്സിക്ക് നിലനിൽക്കുന്നത്. പക്ഷേ കൊച്ചിയിൽ ഷിയാസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന പ്രചാരണം, എല്ലാ സഭയെയും പോയി കാണുന്നു, അമ്പലങ്ങളിൽ ദർശനം നടത്തുന്നു, അങ്ങനെ അവരെയൊക്കെ ഒന്നിച്ച് ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം ഷിയാസിന്റെയും ഒപ്പം രാഹുൽ ഗാന്ധി അടക്കം അവിടെ എത്തി ഷിയാസിന് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു. അതിൽ ഒരു ചെറിയൊരു തിരിച്ചടി, അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന് ചെറുതായ ഒരു ഇടിവ് സംഭവിച്ചത്
കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മണ്ഡലത്തിലെത്തി ലത്തീൻ സഭയ്ക്കെതിരായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതിയാകും, ഷിയാസ് അവിടെ ജയിച്ചു കയറും എന്നൊരു പരാമർശം നടത്തിയിരുന്നു. അത് ചെറുതായിട്ടല്ല മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചടി നൽകിയത്. പിന്നീട് വി ഡി സതീശൻ ആ പരാമർശത്തെ തിരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ എന്തായാലും നമുക്ക് എന്തായിരിക്കും കൊച്ചി ജനവിധി എഴുതുമ്പോൾ ആർക്കൊപ്പമാണ് ജനങ്ങൾ എന്നുള്ളത് നമുക്ക് അതും അറിയാൻ സാധിക്കും. ഇനി വൈപ്പിൻ മണ്ഡലത്തിലേക്ക് വന്നാൽ വൈപ്പിൻ തീർച്ചയായിട്ടും നവമി, ഞാൻ ഇടപെടുകയാണ്. ഒന്ന് സമയപരിമിതി കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. എന്തായാലും നവമി സൂചിപ്പിച്ചത് എറണാകുളം ജില്ല പറയുന്ന രാഷ്ട്രീയം നിർണായകമാണ്. കാരണം UDFന്റെ പരമ്പരാഗത ശക്തി മേഖലയിൽ ഇത്തവണ മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ്. അതിനുമപ്പുറം കൊച്ചി പോലെയുള്ള നഷ്ടപ്പെട്ട ഇടങ്ങൾ തിരിച്ചുപിടിക്കുക എന്നതാണ് UDFന്റെ തന്ത്രം. അത് വിജയിക്കുമോ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനി നമ്മൾ പോകുന്ന കൊല്ലം ജില്ലയിലേക്കാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചു, കൊല്ലം പറയുന്ന രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ്. കാരണം കൊല്ലത്തെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തിരിച്ചടി, വലിയ മേധാവിത്വം ഇത്തവണ തിരിച്ചുകയറ്റം ഉണ്ടാകുമെന്ന് UDFന്റെ അവകാശവാദമുണ്ട്. അത് ശരിയാണോ പരിശോധിക്കാം. വിനീഷ് ചേരുന്നു. വിനീഷ്, കൊട്ടാരക്കരയുണ്ട് ധനമന്ത്രിയുടെ മണ്ഡലം, അവിടെ വിമത നീക്കമുണ്ട്. മറ്റു കൊല്ലം നഗരത്തിലെ M മുകേഷ് ഇരുന്ന ആ മണ്ഡലത്തിലടക്കം വലിയ ഭീഷണി നേരിടുന്നുണ്ട്. എന്താണ് കൊല്ലത്തിന്റെ പൊതുവായ സാഹചര്യം? തീർച്ചയായും കൊല്ലത്ത് നമുക്കറിയാം 11 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ 9 LDF ഭരിക്കുന്നത്, 2 UDF ഉള്ളത്. ചരിത്രപരമായിട്ട് തന്നെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കൊല്ലം. അതുപോലെ 2016 ജില്ലയിലെ മുഴുവൻ സീറ്റുകളും LDF ആയിരുന്നു നേടിയത്. അതൊരു ചരിത്ര വിജയം തന്നെയായിരുന്നു. 2021 ആ വിജയത്തിൽ തന്നെ കുണ്ട്രയും കരുനാഗപ്പള്ളിയും LDFന് നഷ്ടമായ സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ മറ്റു മണ്ഡലങ്ങൾ കൂടി UDFന് വിജയ സാധ്യത അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, കൊല്ലത്ത് ബിന്ദു കൃഷ്ണയും ജയമോഹനും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും കൊല്ലം UDF പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്കറിയാം, ചവറ നിയോജക മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ RSPയുടെ മണ്ഡലമാണ്. ഇടതിനോടും വലതിനോടും നിന്ന മണ്ഡലമാണ്. നിലവിൽ സിറ്റിംഗ് MLA ആണ് അവിടെ. LDFന്റെ സിറ്റിംഗ് MLA ആണ് നിലവിൽ മത്സരിക്കുന്നത്. ഷിബു ബേബിജോൺ ശക്തമായ ഒരു തിരിച്ചറിവ് നടത്തുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ചവറ UDF പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നതായിട്ടാണ് അവകാശപ്പെടുന്നത്. നമുക്കറിയാം, മറ്റ് പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പത്തനാപുരം നിയോജക മണ്ഡലം. കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ജ്യോതികുമാർ ചാമക്കാലയും മന്ത്രി ഗണേഷ് കുമാറും വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അവിടെയും UDFന് ഒരു സാധ്യത കാണുന്നതായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. ജ്യോതികുമാർ ചാമക്കാല വലിയ രീതി പ്രചരണത്തിലെല്ലാം തന്നെ വലിയ വിജയസാധ്യത കാണുന്നുണ്ട്. നമുക്കറിയാം, മറ്റൊരു മണ്ഡലമാണ് ചാത്തന്നൂർ നിയോജക മണ്ഡലം. അവിടെ BJPയെ 2 ടൈമിൽ 2ാം സ്ഥാനത്ത് എത്തിയതാണ്. ഗോപകുമാർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. അവിടെ BJPക്ക് സാധ്യത ഉണ്ടതായിട്ടാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു തെരഞ്ഞെടുപ്പ് ഇത്. ഒരുപാട് രാഷ്ട്രീയ അതാണ് വിനീഷ്. എന്തായാലും കൊല്ലം നമുക്ക് വിശദമായി വരുന്ന മണിക്കൂറുകളിൽ പരിശോധിക്കാം. കൊല്ലം പറയാൻ പോകുന്ന രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ്. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ തൊഴിലാളി വർഗ മേഖലകളിലൊക്കെ വലിയ കടന്നുകയറ്റം UDF ഉണ്ടാക്കുമോ എന്നതാണ്. എന്തായാലും വളരെ കരുതലാണ്. സംസ്ഥാനം പറയാൻ പോകുന്ന രാഷ്ട്രീയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇനി ചുരുങ്ങിയ ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. അതിനുള്ളിൽ ജനം അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. പരസ്യ പ്രചരണത്തിന് ഇന്നും നാളെയും മാത്രം. നാളെ കൊട്ടിക്കലാശമാണ്. മുഖ്യമന്ത്രി അടക്കം ഇന്ന് റോഡ് ഷോയുമായി കളം നിറയുന്നുണ്ട്. അപ്പോൾ കൊണ്ടും കൊടുത്തും നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് ഇനിയും വരുന്ന മണിക്കൂറുകളിൽ അത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം. അത്തരം നീക്കങ്ങൾ കാണുകയും ചെയ്യാം. ന്യൂസ് ഫ്രണ്ട്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി മുഖ്യമന്ത്രിയുമായുള്ള പ്രത്യേക അഭിമുഖം കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.